വലൈക്കും സലാം. എന്താ എന്താണ് അഫ്രീന? നിങ്ങൾ ഞാൻ ബ്രൈഡൽ സെറ്റിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായി. അതിൽ നിങ്ങളെ ചെറുങ്ങനെ പേഴ്സണൽ സ്റ്റോറി ചെറുങ്ങനാക്കി ചെല്ലിനി. അതിന്റെ അതുകൊണ്ടല്ലേ ഞാൻ മിഞ്ഞാത്തൊരു വീഡിയോയില് ഒരു സ്റ്റോറി ചെല്ലുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ഞാൻ എങ്ങനെ ജ്വല്ലറി ഫീൽഡിലേക്ക് വന്നതെന്നും അതുപോലെ എൻ്റെ എഡ്യൂക്കേഷൻ എന്തെന്നല്ല ചെല്ലുന്നുണ്ട് അല്ലേ. എഡ്യൂക്കേഷൻ ഞാൻ പറയുന്നില്ല, പക്ഷെ 9 മാത്രം ചെയ്യുന്നുള്ളൂ അല്ലേ. എന്ത് ചെല്ലെങ്കിൽ 2002 ഞാൻ ജ്വല്ലറി ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ അതായത് ഞാൻ 9ാം ക്ലാസ് തോറ്റ സമയത്ത് അങ്ങനെ പിന്നെ ഏകദേശം ഒരു 16 വയസ്സിൻ്റെ സമയത്ത് ഞാൻ പിന്നെ ചെങ്ങന്നൂർ, അതായത് കേരളത്തിൽ ആലപ്പുഴയിൽ ചെങ്ങന്നൂർ സ്ഥലത്താണ് ഞാൻ ജ്വല്ലറിയിൽ കയറുന്നത്. വെറും ട്രെയിനായിട്ട് കയറുന്നതാണ്. അപ്പോൾ എനിക്ക് ഡ്യൂട്ടി ചെല്ലെങ്കിൽ ഗ്ലാസ് തൊടുക്കൽ, ഗ്ലാസ് പറഞ്ഞെങ്കിൽ നമ്മൾ വലിയ ഗ്ലാസ് ഉണ്ടാവും കൂടുള്ള പോലത്തെ ഗ്ലാസ് തൊടുക്കുന്ന, അതുപോലെ തന്നെ നമ്മൾ കൗണ്ടർ ഗ്ലാസ് തൊടുക്കൽ, ചായ കൊടുക്കൽ, അതുപോലെ തന്നെ ഡോറ് തുറക്കൽ, ഇതെല്ലാം ഡ്യൂട്ടി ഉണ്ടായി. കേൾക്കുന്നുണ്ടല്ലേ? ഡ്യൂട്ടി ഉണ്ടായി. അവിടെ നിന്ന് അതേ സെയിൽസ്മാനായി അവിടെ തന്നെ അതേ ഷോപ്പിൽ തന്നെ മാനേജറായി. അങ്ങനെയാണ് ജ്വല്ലറി ഫീൽഡിലേക്ക് വരുന്നത്. പിന്നെ എൻ്റെ പങ്കള മോനുണ്ട്, എൻ്റെ പാർട്ട്ണറെ നവാസ് എൻ്റെ ഗോൾസിലേക്ക് പോയി. പിന്നെ നവാസ് എൻ്റെ ഉമ്മ ഉണ്ട്, എൻ്റെ മൂത്ത പെങ്ങ്, അതുപോലെ എൻ്റെ ബ്രദർ, അങ്ങനെ ഒരുപാട് ആൾക്കാരെ നല്ലോണം ഹെൽപ്പാക്കി. അവരെല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കൂടെ എത്തിയത്. ഓക്കെ, ഏത് വലിയ നിലയിൽ നിന്ന് എത്തിയിട്ടാണ് ഇപ്പോൾ കാസർഗോഡ് കൂടി 2 ഷോപ്പിൻ്റെ ചെറിയൊരു പാർട്ട്ണറായിട്ട് ഇവിടെ എത്തി. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് പ്രശ്നം വന്നു. എപ്പോഴും നമുക്ക് പൈസ എങ്ങനെയെല്ലാമായിട്ട് ആക്കാൻ കഴിയും, എഡ്യൂക്കേഷൻ ഉണ്ടല്ലേ, അത് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് തന്നെ ആക്കണം അല്ലേ. അത് പ്രശ്നം എനിക്ക് നല്ലോണം വന്നിട്ടുണ്ടായി. ആ ടൈമിൽ ഞാൻ തകിച്ചില്ലെങ്കിൽ കൂടെ വന്നതിന് ശേഷം, അതായത് ജ്വല്ലറിയിൽ നടന്ന് വന്നതിന് ശേഷം ഞാൻ 10ാം ക്ലാസ് പിന്നെ 2ാമത് എഴുതിയിട്ട് പാസ്സായി, ഫുൾ A+. ഓക്കെ, അത് കഴിഞ്ഞിട്ട് +2 ഞാൻ പാസ്സായി, +1 +2. ഇപ്പോൾ ഇൻഷാല്ലാ ഞാൻ LLB എടുക്കണമെന്ന് എൻ്റെ വലിയ ഡ്രീം. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളോട് ചെല്ലാനുള്ള, നിങ്ങൾ ഇപ്പോൾ ട്രെയിനായിട്ട് ഇവിടെ വന്നിട്ടുള്ള അല്ലേ, അവിടെ ഉള്ളത് ട്രെയിനായിട്ട് വന്നിട്ടുള്ളത്. ആ ട്രെയിനായിട്ട് വന്ന ടൈമിൽ എന്താക്കുക, നിങ്ങളെ തിങ്ക് എന്താണ് പറയുമ്പോൾ ജ്വല്ലറിൻ്റെ ബോസാണോ എന്നല്ല, സെയിൽസ്മാൻ. ഓക്കെ, അതായത് സ്റ്റെപ്പ് ബൈ ആയിട്ട് തന്നെ പോവാം. ഡയറക്റ്റ് ഒരേ സ്റ്റെപ്പ് 10ലേക്ക് പോകണമെങ്കിൽ ഞാൻ താഴെ. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പായിട്ട് പോയെങ്കിലും എന്തായെങ്കിലും നമുക്ക് എവിടെയെങ്കിലും നല്ല നിലയ്ക്ക് എത്തും. ഇവിടെ എന്തെല്ലാം പ്രശ്നം ഉണ്ടാവും, ഏത് ഷോപ്പിൽ പോയെങ്കിലും പ്രശ്നം ഉണ്ടാവും. എല്ലാവരും സീനിയേഴ്സ് എന്തായാലും നമ്മൾ എന്നെല്ലാം എന്തെല്ലാം ആക്കിയെന്നറിയോ, ഞാൻ കുറേ ദിവസം കരഞ്ഞിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഷോപ്പിൽ വന്നിട്ട് ഗ്ലാസ്സിൽ വേസ്റ്റെല്ലാം ഉണ്ടാവും, വിളിച്ചു വാടാ തൊടുക്കടാ എന്തിനായതെന്നെല്ലാം ചോദിക്കാനോട്ട്, മനസ്സിലായ എന്തെങ്കിലും സ്പ്രേ അടിച്ചിട്ട് ആദ്യം തൊടുക്കും. പിന്നെ കസ്റ്റമർ വരെ ഡോർ തുറന്ന് കൊടുക്കും. ഇപ്പോൾ നമുക്ക് ഇവിടെ ഡോർ തുറക്കുന്നതിന്, ഇവിടെ കസ്റ്റമർ വന്നിട്ട് ചായ കൊടുക്കുന്നതിന്, ഗ്ലാസ് കൊടുക്കുക, നിങ്ങൾ കൊടുക്കാറുണ്ട്? ഞാൻ കൊടുക്കല്ലേ, ഞങ്ങൾക്ക് അങ്ങനത്തെ നാണക്കെടാറില്ല. ഇല്ല, എന്തുകൊണ്ട്? ഞാൻ വന്നത് ആ സ്റ്റൈലിലാണ്. അവിടെ നിന്ന് വന്നേ ഞാൻ ചായ കൊടുത്തിട്ട് ഇവിടെ എത്തിയല്ലേ, ഗ്ലാസ് തുടച്ചിട്ട് ഇവിടെ എത്തിയില്ല, എനിക്ക് ഇങ്ങനെ പ്രശ്നം വരാനില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും എന്തിൽ പോകുന്നെങ്കിലും ബേസ് തന്നെ വരണം എന്തിലും. പിന്നെ ഏടെ പോയെങ്കിലും ബിസിനസ് ആയെങ്കിലും മറ്റേ എന്തായെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ടാവും, ഓടി നേരെ ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ തരണം ചെയ്തിട്ട് മുമ്പിലോട്ട് പോയെങ്കിലേ നമുക്ക് ലൈഫിൽ അതെന്തുണ്ടാവും, സക്സസ് ആവും അല്ലേ. എന്ത് നമ്മൾ പോയ കാര്യങ്ങൾ കറക്റ്റാവും. അല്ലാണ്ട് നമ്മൾ ചൊടിച്ചിട്ട് പകുതി എടുത്തിട്ട് പോയെങ്കിൽ നമ്മൾ പോയത് തന്നെ, നമ്മൾ പോയ നമ്മക്കേ നഷ്ടമുള്ളൂ. ആടെ വേറെ ആൾ വരും അല്ലേ, അത്ര തന്നെ. ആടെ വേറെ ആൾ കിട്ടും, ആ ഗ്യാപ്പിലേക്ക് വേറെ ആൾ വരും. പക്ഷെ നമ്മൾ ഗ്യാപ്പ് പോയത് തന്നെ. അപ്പോൾ ഇൻഷാല്ലാ എന്തായാലും എല്ലാം കിട്ടിയില്ലേ, അതാണ് ഡൗട്ടൊന്നും ഇല്ലല്ലോ. എൻ്റെ വലിയ ഡ്രീം എന്തപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഡ്രീം LLB എടുക്കണോ, മനസ്സിലായ? ഓക്കെ, ഇൻഷാല്ലാ എന്തായാലും എടുക്കും. അപ്പോൾ പിന്നെ നമ്മളെ സ്റ്റോറി അറിയാത്ത കുറേ കസ്റ്റമർ ഉണ്ട്. അപ്പോൾ ഓർക്കെല്ലാം എന്തായാലും കസ്റ്റമർ എൻ്റെ ഫ്രണ്ട്സെല്ലാം ഉണ്ട്, കുറേ ഫ്രണ്ട്സിനെ അറിയാം. പിന്നെ അപ്പോൾ അറിയാത്ത ആൾക്കാർ ചെല്ലുന്നത് വിദ്യാഭ്യാസം ചെല്ലുന്നുണ്ടല്ലോ, അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പൈസ എന്ത് വരും നാളെ പോകും, വിദ്യാഭ്യാസമാണ് എന്തായാലും. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ എടുത്തോ. അതുപോലെ തന്നെ ഏത് ഷോപ്പിൽ ഏടെ പോകുന്നുണ്ടെങ്കിലും പിന്നെ താഴെ തട്ടുന്ന തന്നെ വരാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ പറ്റും, ഡൗട്ടേ വേണ്ട. അപ്പോൾ നമ്മളെ വീഡിയോ പിന്നെ എന്താക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കിൽ ചെയ്യുക ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ ഇങ്ങനെ ആവശ്യമുള്ള ആൾക്കാരുണ്ടോ, എന്ത് കഥ ഇങ്ങനെ അവർക്കെല്ലാം ഷെയർ ആക്കി കൊടുത്തു അല്ലേ, ജ്വല്ലറിയിലുള്ള ആൾക്കാരെല്ലാം ഷെയർ ആക്കി കൊടുത്തു. ഇതാ ഇങ്ങനെയൊന്നും ഇല്ല, ഈ ആൾക്കാരിലൂടെ എല്ലാം എത്തിയിട്ടുള്ളത്. നമ്മൾ എവിടെ എത്തിയിട്ടില്ല, നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറുന്നത്ര. ഇൻഷാല്ലാ ഇനി ഒരുപാട് സ്റ്റെപ്പ് കയറാണ്ട്. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുക, നിങ്ങൾ സപ്പോർട്ടാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫാമിലിയിലും എൻ്റെ ഫ്രണ്ട്സിലും അതുപോലെ നമ്മൾ കുറേ പാർട്ട്നേഴ്സ് എല്ലാവരും സപ്പോർട്ടാക്കിയിട്ടാണ് കൂടെ എത്തിയത്. ഓക്കെ ബൈ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.